ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഭാനദർശനത്തിലെ മൂന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൃശ്യതാമിഹ കായോഹം ഖഡോയമിതി ദൃശ്യത്തെ സ്ഥൂലമാശ്രിത്യ യദ്ഭാനം സ്ഥൂലം തദിതി മന്യത്തെ. ദൃശ്യതാമിഹ കായോഹം ഖഡോയമിതി ദൃശ്യത്തെ സ്ഥൂലമാശ്രിത്യ യദ്ഭാനം സ്ഥൂലം തദിതി മന്യത്തെ. ഇതാണ് ശ്ലോകം. ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കാം. ഇഹ ദൃശ്യതാം അഹം കായ അയം ഖഡ ഇതി സ്ഥൂലം ആശ്രിത്യ യദ് ഭാനം ദൃശ്യത്തെ തത് സ്ഥൂലം ഇതി മന്യത്തെ. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം നടത്തേണ്ടത്. ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഇഹ ഇവിടെ, ദൃശ്യതാം കണ്ടാലും, അഹം കായ ഞാൻ ശരീരമാകുന്നു, അയം ഖഡ ഇതി ഇത് കുടമാകുന്നു എന്നിങ്ങനെ. യത് ഭാനം ദൃശ്യത്തെ യാതൊരു ഭാനം കാണപ്പെടുന്നുവോ, തത് അത്, സ്ഥൂലം ഇതി മന്യത്തെ സ്ഥൂലഭാനം എന്ന് വിചാരിക്കപ്പെടുന്നു അഥവാ വിചാരം ചെയ്തറിയപ്പെടുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഇവിടെയുള്ള പ്രത്യക്ഷ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളുക. ഞാൻ ശരീരമാകുന്നു അഥവാ ഇത് എന്റെ ശരീരമാകുന്നു, ഇത് കുടമാകുന്നു എന്നിങ്ങനെ സ്ഥൂല വസ്തുബോധത്തെ ജനിപ്പിക്കുന്ന ഭാനം യാതൊന്നാണോ അതാകുന്നു സ്ഥൂലഭാനം. സ്ഥൂലഭാനത്തെ നിർവചന രൂപത്തിൽ വളരെ ലളിതമായിട്ടാണ് ഗുരു ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ഥൂലം എന്ന പദത്തിന്റെ വാച്യാർത്ഥം കട്ടിയുള്ള രൂപത്തോടു കൂടിയത് എന്നാകും. തൊട്ടുനോക്കി അറിയാനും അറിയിക്കാനും സാധിക്കുന്ന രൂപവിശേഷമാണ് സ്ഥൂലഭാനത്തിലൂടെ അനുഭവവേദ്യമായിത്തീരുന്നത്. ഈ ലോകത്ത് കാണപ്പെടുന്ന സ്ഥൂല വസ്തുക്കളെല്ലാം പ്രതീതികൾ ജനിപ്പിക്കുന്ന ഭാനദൃശ്യങ്ങളാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തെയും കുടത്തെയുമാണ് ദൃഷ്ടാന്തങ്ങളായി ഗുരു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരം എന്താകുന്നു എന്നും അതെങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്നും ആത്മോപനിഷത്ത്, അധ്യാത്മോപനിഷത്ത്, ആത്മപ്രബോധോപനിഷത്ത്, ശാരീരികോപനിഷത്ത്, മഹോപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുക്കളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളുടെ സംഗ്രഹമാണ് ഗുരു ഭാനദർശനത്തിലെ സ്ഥൂലഭാനം എന്ന വിവക്ഷയിലൂടെ പറഞ്ഞു തരുന്നത്. നമ്മുടെ സ്ഥൂല ശരീരം പ്രത്യക്ഷത്തിൽ കാണാനും തൊട്ടറിയാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ശാരീരിക അനുഭൂതികളെല്ലാം ആത്മതേജസ്സിലാണ് അനുഭവപ്പെടുന്നതെന്നുള്ള കാര്യം നാം അറിയുന്നില്ല. ശരീരത്തിൽ ഒരു മുള്ളു കൊണ്ടാലും കൊതുക് കടിച്ചാലും
ആ നിമിഷം തന്നെ നമുക്ക് അതറിയാൻ സാധിക്കും. കൊതുക് കടിയേറ്റാൽ ഉടൻ തന്നെ നമ്മുടെ കൈ കൊതുകിനു നേരെ പാഞ്ഞു ചെല്ലും. സ്വയമേവ അരങ്ങേറുന്ന ഒരു പ്രവൃത്തിയാണത്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആന്തരിക ചോദന മൂലമാണത് സംഭവിക്കുന്നത്. മരവിച്ച ശരീരത്തിൽ സൂചി കുത്തിയിറക്കിയാൽ പോലും വേദന അനുഭവപ്പെടുകയില്ല. ബധിരന്റെ കാതിൽ കതിനാക്കുറ്റി പൊട്ടിച്ചാലും അവൻ അതിന്റെ ശബ്ദം കേൾക്കുകയില്ല. മരവിച്ച നാവിൽ ആസിഡ് വീഴ്ത്തിയാൽ പോലും യാതൊരു തോന്നലും അനുഭവപ്പെടുകയില്ല. അന്ധന്റെ കണ്ണിൽ യാതൊരു കാഴ്ചയും ദൃശ്യാനുഭൂതി ഉണർത്തുകയില്ല. പ്രാണശേഷിയില്ലാത്ത മൂക്കിൽ മണം അനുഭവപ്പെടുകയില്ല. ആത്മബന്ധമില്ലാത്ത ശരീരം ജഡസമാനമാകുന്നു എന്നു സാരം. അങ്ങനെയുള്ള സ്ഥൂല ശരീരം സ്വന്തമായ ഉണ്മയില്ലാത്തതാകുന്നു എന്നാണ് അദ്വൈത സിദ്ധാന്തം ഉദ്ഘോഷിക്കുന്നത്. ഇതിനെ ഭാനദർശനം അടിവരയിട്ട് ബലപ്പെടുത്തുന്നു. സ്ഥൂല ശരീരത്തെ ഇഴപിരിച്ചാൽ അത് പഞ്ചഭൂതങ്ങളായും പഞ്ചപ്രാണങ്ങളായും ദശേന്ദ്രിയങ്ങളായും അന്ധകരണ ചതുഷ്ടയമായും ആത്മചൈതന്യമായും വേർതിരിയും. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചവായുക്കൾ, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ജീവാത്മാവ് എന്നീ 25 സൂക്ഷ്മ ഘടകങ്ങളുടെ സംഘാതമാണ് സ്ഥൂല ശരീരം എന്ന് സാരം. ഇപ്പറഞ്ഞ 25 സൂക്ഷ്മ ഘടകങ്ങൾ ഘനീഭവിച്ചുണ്ടാകുന്ന രൂപഭാവം എപ്പോൾ നഷ്ടമാകുന്നുവോ അപ്പോൾ സ്ഥൂല ശരീരം ഉണ്മയില്ലാത്തതായിത്തീരുന്നു. യാതൊരു അദൃശ്യമായ ശക്തിവിശേഷമാണോ സ്ഥൂല ശരീരത്തിന്റെ സ്ഥൂലീകരണത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത്, ആ ശക്തിവിശേഷത്തെയാണ് സ്ഥൂലഭാനം എന്ന് പറയുന്നത്. ഇനി കുടത്തിന്റെ കാര്യം പരിശോധിക്കാം. മണ്ണും വെള്ളവും വേണ്ടത്ര അളവിൽ യോജിപ്പിച്ച് പാകപ്പെടുത്തിയെടുത്ത മിശ്രിതം കുടത്തിന്റെ ആകൃതി വരുത്തി ഉണക്കി ചുട്ടെടുക്കുമ്പോൾ അത് കുടമായി ഭാസിക്കുന്നു. അതേ കുടം ഇടിച്ചു പൊടിച്ച് വെള്ളം ചേർത്ത് കുഴച്ചാൽ അത് പൂർവസ്ഥിതിയെ പ്രാപിക്കുക തന്നെ ചെയ്യും. കുടം കുടമായി ഭാസിക്കുന്നത് കുശവന്റെ കലാവിരുതിനെ ആശ്രയിച്ചാണ്. ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ശരീരദൃഷ്ടാന്തവും കുടദൃഷ്ടാന്തവും സ്ഥൂല രൂപത്തിലുള്ള സർവ വസ്തുക്കളുടെയും ഉണ്മാവിശേഷങ്ങളെ മനസ്സിലാക്കാൻ സഹായകമാണ്. സ്ഥൂല രൂപത്തിൽ ഭൗതിക വസ്തുക്കളെ ഭാസിപ്പിക്കുന്ന ശക്തിവിശേഷമാകുന്നു സ്ഥൂലഭാനം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഇപ്രകാരം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.